മീഡിയാസിലേക്ക് സ്വാഗതം. വിജയ് നായകനായി എത്തിയ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ദ ഗോട്ട് എന്ന ചിത്രത്തിൻ്റെ ആദ്യ ദിനത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ ഒഫീഷ്യലായി തന്നെ പുറത്ത് വന്നിരിക്കുകയാണ്. വിജയുടെ തന്നെ ഈ വർഷം ആദ്യം ഇറങ്ങിയ, അല്ലെങ്കിൽ ഈ വർഷം ഒരു വർഷത്തിനിടയിൽ തന്നെ ഇറങ്ങിയ മറ്റൊരു സിനിമയാണ് ലിയോ. ആദ്യ ദിനം ആ സിനിമ വേൾഡ് വൈഡ് ആയിട്ട് നേടിയത് 148.5 കോടിയാണെങ്കിൽ ഈ ഒരു സിനിമ, അതായത് ഗോട്ട് എന്ന സിനിമ നേടിയിരിക്കുന്നത് 126.32 കോടിയാണ്. ഇത് ഒഫീഷ്യലായിട്ട് പുറത്ത് വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ്. അതായത് നമ്മളേവരും കാത്തിരുന്ന ഒരു അപ്ഡേറ്റ് ഇത് തന്നെയാണ്. ഇന്നലെ സിനിമയുടെ പ്രകടനം നോക്കുമ്പോൾ വലിയ രീതിയിലുള്ള നെഗറ്റീവ് പബ്ലിസിറ്റികൾ വരുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ കഴിഞ്ഞു. ഒട്ടുമിക്ക ആളുകളും നെഗറ്റീവാണ് റിവ്യൂ പറഞ്ഞതെങ്കിൽ അതിവിടെയും നമുക്ക് ഞെട്ടിക്കുന്ന ഒരു കാര്യം കാണാൻ കഴിയുന്നു. ഇതിൻ്റെ കളക്ഷൻ 100 കോടിയും പിന്നിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഈ വർഷത്തെ മറ്റൊരു രണ്ടാമത്തെ, അല്ലെങ്കിൽ മറ്റൊരു വലിയ ഒരു സ്കോർ എന്ന് തന്നെ പറയാം. കൽക്കി എന്ന സിനിമ 163 കോടിയാണ് ആദ്യ ദിനം നേടിയതെങ്കിൽ ഈ ഒരു സിനിമ സെക്കൻഡ് പൊസിഷനിലെത്തിയിരിക്കുന്ന 126.32 കോടി നേടിക്കൊണ്ടാണ്. അതായത് ആ റേഞ്ചിലാണ് സിനിമ. ഒറ്റ പേരാണ് വിജയ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ ആ റേഞ്ചിലേക്ക് കയറുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതായത് ബിലോ ആവറേജ് റിപ്പോർട്ട് വന്ന ഒരു വിജയ് സിനിമയുടെ കളക്ഷനാണ് നമ്മൾ ഈ പറയുന്നത്. എന്താണേലും അതൊരു പോസിറ്റീവ് ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ 200-250 കോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഒറ്റ പേര് വിജയ് എന്നുള്ളത് കൊണ്ട് തന്നെ. ഇവിടെ നമ്മൾ കാത്തിരിക്കുകയാണ് രണ്ടാം ദിവസത്തെ എങ്ങനെയാണ് കളക്ഷൻ കാര്യങ്ങൾ പോകുന്നത്. 2, 3, 4 ദിവസങ്ങളാണ് സിനിമയെ തീർച്ചയായും വിലയിരുത്തുന്ന ദിവസങ്ങൾ. അവിടെ നമുക്ക് കാത്തിരിക്കാം. എന്തായാലും 126.32 കോടിയാണ് ഇന്ന് ഒഫീഷ്യലായിട്ട് അണിയറ പ്രവർത്തകർ പുറത്ത് വിട്ടിരിക്കുന്ന കളക്ഷൻ റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നത്. എല്ലാവരും വിചാരിച്ചു 100 കോടിക്ക് താഴെ പോകും, അല്ലെങ്കിൽ ഒരു വലിയ രീതിയിലുള്ള കളക്ഷൻ വരില്ല എന്നാണെങ്കിൽ ഇന്ന് അത് ഞെട്ടിക്കുന്നു. വിജയ് സിനിമകളുടെ മാത്രം പ്രത്യേകതയാണ് നമുക്ക് കാണാൻ കഴിയുക. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. ഗ്രേറ്റ് മീഡിയാസ്.